നാസ്തികനായ ദൈവം ചിരിക്കുമ്പോൾ ശ്രീ രവിചന്ദ്രന്റെ ലോകം എന്നതാണ് റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡില്യൂഷൻ എന്ന പുസ്തകത്തിന്റെ സ്വതന്ത്ര മലയാള പരിഭാഷയായ നാസ്തികനായ ദൈവം റിച്ചാർഡ് ഡോക്കിൻസിന്റെ ലോകം എന്ന ഇൻഡിപെൻഡന്റ് ട്രാൻസ്ലേഷൻ നിർവഹിച്ചത് രവിചന്ദ്രൻ സി ആണ്. ആ പ്രസ്തുത പുസ്തകം ആണ് നമ്മൾ ഇന്ന് അവലോകനം ചെയ്യാൻ പോകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ സാക്ഷി അപ്പോളജറ്റിക്സിന്റെ സംഘടനയുടെ സ്പീക്കറും പ്രശസ്ത ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റും ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന യൂട്യൂബ് വീഡിയോയിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതനായ ശ്രീ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറാണ്. ബ്രദറിനെ മരണത്തെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെയും പിതാവായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും മഹനീയ നാമത്തിൽ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു വേദി ഉണ്ടായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. റിച്ചാർഡ് ഡോക്കിൻസ് എഴുതിയ ഗോഡ് ഡെല്യൂഷൻ എന്ന പുസ്തകത്തിനെ അവലംബിച്ച് അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീ രവിചന്ദ്രൻ നാസ്തികനായ ദൈവം എന്ന പേരിൽ മലയാളത്തിൽ എഴുതിയ പുസ്തകം കേരളത്തിലെ നിരീശ്വര മതക്കാരും പിന്നെ പരിണാമ മതക്കാരും ഒക്കെ വലിയൊരു സംഭവമാണെന്ന മട്ടിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ആ പുസ്തകം ചരിത്രാബദ്ധങ്ങളുടെയും ശാസ്ത്രീയ അബദ്ധങ്ങളുടെയും ലോജിക്കൽ ഫാലസികളുടെയും ഒരു പാഠപുസ്തകമാണ് എന്ന കാര്യം ഈ നാസ്തിക മതക്കാരോ പരിണാമ മതക്കാരോ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ശാസ്ത്രത്തിലും ചരിത്രത്തിലും അത്യാവശ്യം അറിവുള്ള, യുക്തിബോധം ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്ന, ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാസ്തികനായ ദൈവം എന്ന പുസ്തകം അടിമുടി വിവരക്കേടുകൾ നിറഞ്ഞ മണ്ടത്തരങ്ങളുടെ ഘോഷയാത്രയാണ്. ആ മണ്ടത്തരങ്ങളെല്ലാം ഇവിടെ വിവരിക്കാൻ ഇപ്പോൾ നമുക്ക് സമയമില്ലല്ലോ. ചരിത്രപരമായ മണ്ടത്തരങ്ങളിൽ ഒരെണ്ണം മാത്രമേ ഇന്നത്തെ ചർച്ചയ്ക്ക് എടുക്കാൻ എനിക്ക് നിർവാഹമുള്ളൂ. യേശു ക്രിസ്തുവിന്റെ ചരിത്രപരത എന്നുള്ള വിഷയമാണത്. യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ള വാദം. യേശു ക്രിസ്തുവിന്റെ ചരിത്രാസ്ഥിതിയെ സംബന്ധിച്ച് നിരീശ്വര മതക്കാരുമായി ധാരാളം ചർച്ചകൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഞാൻ നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചകളിലെല്ലാം നിരീശ്വര മതക്കാർ സ്ഥിരം ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. യേശുക്രിസ്തു ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ബുദ്ധനൊക്കെ ഇഷ്ടംപോലെ ചരിത്ര തെളിവുകളുള്ളപ്പോൾ യേശുക്രിസ്തുവിന് മാത്രം യാതൊരു ചരിത്ര തെളിവും ഇല്ലാത്തത് എന്ത് എന്ന ചോദ്യമാണ് നിരീശ്വര മതക്കാർ സ്ഥിരം ആവർത്തിക്കാറുള്ളത്. ഇത് രവീന്ദ്രനും ഇതേപോലെ തന്നെയുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് സുവിശേഷ വിശേഷം എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. ലോകത്ത് ഇന്ന് വരെ ജീവിച്ചിരുന്നിട്ടുള്ള ഏതൊരു ചരിത്ര പുരുഷനേക്കാളും ആധികാരികത യേശുക്രിസ്തുവിനുണ്ട് എന്നുള്ളതാണ് വസ്തുത. യേശുക്രിസ്തുവിന്റെ ചരിത്രാസ്തിക്യം നിഷേധിക്കുന്നവർക്ക് ലോകത്തിലെ ഒരൊറ്റ ചരിത്ര പുരുഷനെയും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിട്ടില്ല. അതായത് യേശുക്രിസ്തുവിന്റെ ചരിത്രാസ്തിക്യം നിഷേധിക്കുന്നവര് വലിയൊരു പ്രതിസന്ധിക്കകത്താണ് അവർ തങ്ങളെ തന്നെ കൊണ്ട് എത്തിക്കുന്നത്. മറ്റ് ചരിത്രരേഖകളൊന്നും പിന്നെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ള വാദം അത് 18-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ലോകത്ത് രംഗപ്രവേശനം ചെയ്യുന്നത്. അതുവരെയുള്ള നീണ്ട നൂറ്റാണ്ടുകളിൽ ആരും ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല. യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞവരും യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തത് ദൈവത്തിന്റെ ശക്തിയാലല്ല പിശാചിന്റെ ശക്തിയാലാണ് എന്ന് പറഞ്ഞവരൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യേശുക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്നൊരു വാദം 18-ാം നൂറ്റാണ്ടിന് മുമ്പ് ആരും പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. 18-ാം നൂറ്റാണ്ടിൽ നിരീശ്വരവാദികൾ ഇങ്ങനെ ഒരു വാദം കൊണ്ടുവന്നത് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല, മറിച്ച് അവരുടെ ഭാവനയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അതിനുശേഷം ചരിത്ര ഗവേഷകരും പുരാവസ്തു ഗവേഷകരും കൂടി 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയോടെ തന്നെ നിരീശ്വരവാദികളുടെ ഈ ക്രിസ്തു മിഥ്യാ സിദ്ധാന്തത്തെ പൊളിച്ചു കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചരിത്രബോധം എന്ന് പറയുന്ന സംഗതി ഈ നാസ്തിക മതക്കാരുടെ ഏഴയിൽ തൂടി പോയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇന്നും 18-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാതെ ആ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുന്ന നാസ്തിക മതക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന്. ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ചരിത്രത്തെ വിശകലനം ചെയ്യേണ്ടുന്ന ആ മെത്തേഡ് എന്താണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഈ നവനാസ്തികർക്കില്ല. പഴയ കാലത്ത് നാസ്തികർക്ക് പിന്നെ അതുണ്ടായിരുന്നു, പക്ഷെ നവനാസ്തികർക്ക് അതിനെക്കുറിച്ച് യാതൊരു പിടിയില്ല. ഇവർ ഈ ബുദ്ധന്റെ കാര്യം തന്നെ എടുത്തുകൊണ്ട് വരുന്നത് നമ്മൾ നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാകും. ഇവർ ചോദിക്കുന്നത് ബുദ്ധനൊക്കെ ഇഷ്ടംപോലെ ചരിത്ര തെളിവുകളുണ്ട്, എന്നിട്ടും യേശുക്രിസ്തുവിന് മാത്രം യാതൊരു ചരിത്ര തെളിവും ഇല്ലാത്തതെന്നാണല്ലോ, എന്താണെന്നാണ് ഇവർ ചോദിക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ
ബുദ്ധന് ഉള്ളതിനേക്കാൾ 1000 മടങ്ങ് ആധികാരികമായ ചരിത്ര തെളിവുകൾ യേശുക്രിസ്തുവിനുണ്ട് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയിട്ടില്ല. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നെന്നാണ് ബുദ്ധനെ കുറിച്ച് പറയുന്നത്. കൃത്യമായിട്ട് അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നുള്ളതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഏകാഭിപ്രായത്തിൽ ഇന്ന് വരെ ആരും എത്തിയിട്ടില്ല. അപ്പൊ പൊതുവെ ഉള്ള ഒരു ഇതില് 6-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടമാണ് പറയുന്നത്. അപ്പൊ അത് കണക്കാക്കുകയാണെങ്കിൽ തന്നെ ആ ബുദ്ധന്റെ കൂടെ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ തലമുറയിലുള്ള ഒരൊറ്റ ആളും, ശിഷ്യന്മാരോ അല്ലാത്തവരായ ഒരൊറ്റ ആളും ബുദ്ധന്റെ ജീവചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ആ തലമുറയിലുള്ള ഒരാളും അവര് എഴുതിയിട്ടില്ല എന്നുള്ളത് പോട്ടെ, അതിന്റെ അടുത്ത തലമുറയിൽ ജീവിച്ചിരുന്ന ഒരാളും ബുദ്ധന്റെ ജീവചരിത്രം എഴുതിയിട്ടില്ല. ഇനി ആ തലമുറ എന്നുള്ളതേ പോട്ടെ, ആ നൂറ്റാണ്ടിൽ ബുദ്ധൻ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ആ നൂറ്റാണ്ടിൽ ബുദ്ധന്റെ ജീവചരിത്രം ഒരാൾ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ ശരി പോട്ടെ, അതിന്റെ അടുത്ത നൂറ്റാണ്ട് നോക്കിയാൽ അതിന്റെ അടുത്ത നൂറ്റാണ്ടിലും ബുദ്ധന്റെ ജീവചരിത്രം ആരും എഴുതിയിട്ടില്ല. അതിന്റെ അടുത്ത നൂറ്റാണ്ടിലോ അപ്പോഴും എഴുതിയിട്ടില്ല. അതിന്റെ അടുത്തത് ഇല്ല, അതിന്റെ അടുത്തത് ഇല്ല, ഒന്നുമില്ല. പിന്നെ എപ്പോഴാണ് ബുദ്ധന്റെ ജീവചരിത്രം ആദ്യമായി എഴുതപ്പെടുന്നത്? AD 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അശ്വഘോഷൻ എന്ന ബുദ്ധ സന്യാസിയാണ് ബുദ്ധചരിത എന്ന പേരിൽ ബുദ്ധന്റെ ജീവചരിത്രം ആദ്യമായിട്ട് എഴുതുന്നത്. അതായത് ബുദ്ധൻ മരിച്ചു കഴിഞ്ഞ് 700-ലധികം വർഷങ്ങൾക്ക് ശേഷമാണ് ബുദ്ധന്റെ ആദ്യത്തെ ജീവചരിത്രം രംഗത്ത് വരുന്നത്. അതിനു മുമ്പ് ഈ ബുദ്ധമത ഗ്രന്ഥമായ ത്രിപിടകയിൽ ബുദ്ധവംശ എന്നൊരു അധ്യായത്തിൽ ബുദ്ധനെ കുറിച്ചുള്ള ചില പരാമർശങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഖുറാനകത്ത് മുഹമ്മദിനെ കുറിച്ച് പരാമർശങ്ങൾ ഉള്ളതുപോലെ. പക്ഷെ ആ പരാമർശങ്ങൾ വെച്ചുകൊണ്ട്, ഖുറാനകത്തുള്ള ഈ പരാമർശങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന, ലോകം ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു മുഹമ്മദിനെ നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ത്രിപിടകയിലുള്ള ഈ ബുദ്ധവംശം എന്ന് പറയുന്ന അധ്യായത്തിലുള്ള ആ പരാമർശങ്ങൾ വെച്ചുകൊണ്ട് ലോകം ഇന്ന് മനസ്സിലാക്കിയ ഒരു ബുദ്ധനെ അവിടെ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതിന് നമ്മൾ ബുദ്ധചരിതയിലേക്ക് പോകണം. അതായത് AD 2-ാം നൂറ്റാണ്ട്, ബുദ്ധൻ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിന് ശേഷമുള്ള, അതായത് ഏകദേശം ഒരു 7-8 നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെടുന്നു. ഇനി ബുദ്ധചരിതയ്ക്ക് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AD 3-ാം നൂറ്റാണ്ടിൽ ആചാര്യ ബുദ്ധഘോഷൻ എന്ന ഒരു ബുദ്ധ സന്യാസി സിദ്ധാർത്ഥ ചരിത കാവ്യം അഥവാ പഞ്ചചൂടാമണി എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതും ബുദ്ധന്റെ ജീവചരിത്രം ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ ബുദ്ധൻ മരിച്ചു കഴിഞ്ഞ് 7-8 നൂറ്റാണ്ടുകൾക്ക് ശേഷം ബുദ്ധ സന്യാസിമാരാൽ എഴുതപ്പെട്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ബുദ്ധ സന്യാസിമാരാൽ എഴുതപ്പെട്ട ബുദ്ധമത ഗ്രന്ഥങ്ങളിലുള്ള ബുദ്ധന്റെ ജീവിത കഥകൾ ഈ നിരീശ്വര മതക്കാർക്ക് വിശ്വസനീയമായതാണ്. അവർക്കത് അംഗീകൃതമായ ചരിത്രരേഖകളാണ്. ആ ബുദ്ധ മതഗ്രന്ഥങ്ങളാണ് അത്. സെക്യുലർ ചരിത്രകാരന്മാർ ബുദ്ധന്റെ ജീവചരിത്രം എഴുതിയതല്ല, ബുദ്ധന്റെ ശിഷ്യന്മാര് അത് അവരുടെ മത ആവശ്യത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ്. ഓർക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മത ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ മുഹമ്മദിന്റെ കേസായാലും ശരി, മത ആവശ്യത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ് ഹദീസുകൾ, അല്ലാതെ അത് സെക്യുലർ ആയിട്ട് എഴുതി വെച്ചതൊന്നുമല്ല. അപ്പൊ ബുദ്ധൻ മരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം ബുദ്ധന്റെ ഈ ജീവിതകഥകൾ ഇത് എഴുതിയത് പുറമേ ഉള്ളവരൊന്നും അല്ല, ബുദ്ധ സന്യാസികൾ മതാവശ്യത്തിന് വേണ്ടി എഴുതപ്പെട്ടത്. ഇതൊക്കെ ആധികാരിക ചരിത്രരേഖകളായി ഇവര് ഈ മതഗ്രന്ഥങ്ങളെ അംഗീകരിക്കുന്നു. സെക്യുലർ എഴുത്തുകളല്ല, അത് ആവർത്തിച്ച് പറയാണ്, മതഗ്രന്ഥങ്ങളാണ്. ആ മതഗ്രന്ഥങ്ങളിൽ ബുദ്ധനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ചരിത്രരേഖയായിട്ട് ഇവർ അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിക്കാൻ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാര്യം വരുമ്പോൾ ഒരു നേരെ തിരിയും. യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം അത് എഴുതപ്പെടുന്നത് ഏത് കാലഘട്ടത്താണെന്ന് നോക്കണം. യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ശത്രുക്കൾ ജീവനോടെ ഇരിക്കുന്ന കാലത്ത്, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്ന റോമൻ പടയാളികൾ ജീവനോടെ ഇരിക്കുന്ന കാലത്ത്, യേശുക്രിസ്തുവിനെ വിസ്തരിച്ച ഹെരോദാവും പിലാത്തോസും ഹന്നാസും ഹയ്യപ്പാവും എല്ലാം ജീവനോടെ ഇരിക്കുന്ന കാലത്ത്, യേശുക്രിസ്തുവിൽ നിന്നുള്ള നന്മ അനുഭവിച്ച മനുഷ്യർ അവര് ജീവനോടിരിക്കുന്നു. യേശുക്രിസ്തു തെരുക്കോടുകളിലൊക്കെ നിന്ന് പ്രസംഗിച്ചപ്പോൾ, ദേവാലയത്തിനകത്ത് നിന്ന് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗമൊക്കെ കേട്ട, യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ കേട്ടിട്ടുള്ളവര്, യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ ജീവനോട് ഇരിക്കുന്ന കാലത്ത് യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് തങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പ്രസംഗിക്കുകയും എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്ത യേശുക്രിസ്തുവിന്റെ 4 ജീവചരിത്രങ്ങൾ, അത് ഈ നവനാസ്തികർ പറയുന്നത് കെട്ടുകഥയാണെന്നാണ്. അതൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് കാരണം അവർ പറഞ്ഞു അത് മതഗ്രന്ഥങ്ങളാണ്. എന്നാൽ ബുദ്ധന്റെ കേസ് വരുന്ന സമയത്ത് ഈ മതഗ്രന്ഥം അവർക്ക് വിഷയമല്ല. മുഹമ്മദിന്റെ കേസ് വരുമ്പോഴും ഈ മതഗ്രന്ഥം അവർക്ക് വിഷയമല്ല. അത് എഴുതപ്പെട്ടതാണെങ്കിലോ പിന്നീടുമാണ്. മുഹമ്മദിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്, നമുക്ക് പുറകെ നോക്കാം. അപ്പൊ അവിടെയൊന്നും പ്രശ്നമില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാര്യം വരുമ്പോൾ മാത്രമേ ഇവര് നേരെ 180 ഡിഗ്രി തിരികെയാണ്. അത് മതഗ്രന്ഥമാണ്, അംഗീകരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ നിരീശ്വര മതക്കാർക്ക് ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു പിടിയില്ല. ചരിത്രം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരത് ചരിത്രം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അക്കാദമിക് ലെവലിൽ ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നതിന് ഇവർക്കൊരു പിടിയില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത് ചെയ്യുന്നത്.
മത ആവശ്യത്തിനോ അല്ലാത്ത ഏതാവശ്യത്തിനോ ആകട്ടെ, ഒരു സംഭവം നടക്കുന്ന സമയത്ത് അതിന് ദൃക്സാക്ഷികളായ ആൾക്കാർ രേഖപ്പെടുത്തി വെച്ച കാര്യം ചരിത്രമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താണ് ചരിത്രം? അവരത് രേഖപ്പെടുത്തി വെച്ചതിന്റെ ഉദ്ദേശം വേറെ എന്തോ ആകട്ടെ, അത് ചിലപ്പോൾ മത ആവശ്യത്തിനാകാം, മതത്തിൻ്റെതല്ലാത്ത വേറെ എന്തെങ്കിലും ആവശ്യമാകാം. പക്ഷെ ദൃക്സാക്ഷികളായ ആളുകൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ദൃക്സാക്ഷികളായ ആളുകൾ രേഖപ്പെടുത്തി വെച്ച കാര്യം, ദൃക്സാക്ഷികളായ ആൾക്കാർ ജീവനോടെ ഇരിക്കുന്നു എന്ന് ഞാൻ ഊന്നി പറയുന്നതിന്റെ കാര്യം മറ്റവർക്ക് കള്ളത്തരമൊന്നും എഴുതാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം കള്ളത്തരം എഴുതി കഴിഞ്ഞാൽ ദൃക്സാക്ഷികളായ ആൾക്കാർ കൂടെ വേറെ ഉണ്ടല്ലോ, അവര് എന്ത് ചെയ്യും? അവരതിനെതിരായിട്ട് വരും. അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട്, സത്യാവസ്ഥ ഇന്നാണെന്നും പറഞ്ഞുകൊണ്ട് അവർ എതിരായിട്ട് വരും. അതുകൊണ്ടാണ് ആ ദൃക്സാക്ഷികളായ ആൾക്കാർ ജീവനോട് ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു എഴുതി എന്നുള്ളത് ഞാൻ ഊന്നി പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും എതിർക്കുന്നവരുമായ ആളുകൾ, രണ്ടു കൂട്ടത്തിലുള്ള ആളുകൾ ജീവനോടിരിക്കുന്ന സമയത്ത് തന്നെ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാര് തങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് ചരിത്രരേഖയായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഇവർ വാശി പിടിക്കുകയും അത് മതഗ്രന്ഥമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ എന്നൊരു നിർബന്ധം പിടിക്കുകയും, അതേസമയം തന്നെ ബുദ്ധൻ മരിച്ച് 3/4 സഹസ്രാബ്ദത്തിന് ശേഷം ബുദ്ധന്റെ അനുയായികളിൽപ്പെട്ടവർ മത ആവശ്യത്തിന് വേണ്ടി എഴുതപ്പെട്ട ബുദ്ധന്റെ ജീവിതകഥ, അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചരിത്രരേഖയാണെന്ന് ഇവർ പറയുകയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് ഒരു ബോധവും ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് ബുദ്ധന്റെ കാര്യം ഇവരിങ്ങനെ ഇത് പറഞ്ഞത് വേറൊരു ഇതുണ്ട്. ബുദ്ധൻ ഈ ദൈവവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്തിരുന്ന ആളായിരുന്നു, പ്രൊമോട്ട് ചെയ്യാതിരുന്ന ആളാണ് അദ്ദേഹം. ഏകദേശം നിരീശ്വരവാദത്തിന്റെ ആ ഒരു ഇതിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അതോടും കൂടിയാണ് ഇവർ ബുദ്ധനെ എപ്പോഴും എടുത്തുകൊണ്ട് വരുന്നത്. കാരണം ബുദ്ധൻ നിരീശ്വരവാദത്തിന്റെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യാതിരുന്നത് കൊണ്ട് ബുദ്ധന്റെ കാര്യത്തിൽ ഇവർക്ക് ചരിത്രരേഖകളൊന്നും വിഷയമല്ല. അത് ബുദ്ധനെ കുറിച്ച് എഴുതപ്പെട്ടത് അത് മത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളതൊന്നും വിഷയമല്ല. ബുദ്ധൻ ജീവിച്ചിരുന്ന ആളാണെന്ന് ഇവർ പറയും. പക്ഷെ ബുദ്ധൻ ചരിത്ര പുരുഷനാണെന്ന് പറയാൻ ഇവർ ഉപയോഗിക്കുന്ന ബുദ്ധന്റെ ജീവചരിത്രത്തെക്കാൾ 10,000 മടങ്ങ് ആധികാരികതയുള്ള യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ എഴുതി വെച്ച ജീവചരിത്രങ്ങൾ അത് ഇവര് നിഷേധിക്കുന്നു, മതഗ്രന്ഥമാണെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. ഇതൊക്കെ ഇരട്ടത്താപ്പാണ്. ഇവർ ഇരട്ടത്താപ്പിന്റെ ഉസ്താദുമാരാണ്. ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ചരിത്രാസ്തിക്യം തെളിയിക്കാൻ ഇവർ കൊണ്ടുവരുന്നത് 700-800 കൊല്ലങ്ങൾ കഴിഞ്ഞ് ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും എഴുതിയ ജീവചരിത്രമാണ്. അതൊക്കെ ഇവരെ സംബന്ധിച്ച് 100% വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ്. എന്നാൽ ഇവരുടെ ആശയങ്ങളോട് ഒരു വിധത്തിലും പൊരുത്തപ്പെട്ടു പോകാത്ത ചരിത്ര പുരുഷന്മാരുടെ കാര്യത്തിൽ അവരോട് കൂടെ നടന്ന ദൃക്സാക്ഷികൾ എഴുതി വെച്ച കാര്യങ്ങൾ പോലും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഇവർ ശഠിക്കുന്നത്. അത് ഇരട്ടത്താപ്പായതുകൊണ്ടാണ്. ഇനി ബുദ്ധന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, വേറെ ഏത് ചരിത്ര പുരുഷന്മാരുടെ കാര്യം എടുത്താലും അവരെ കുറിച്ചുള്ള ചരിത്രരേഖകളുടെ ആധികാരികതയേക്കാൾ 10,000 മടങ്ങ് വിശ്വാസ്യതയും ആധികാരികതയും യേശുക്രിസ്തുവിനെ സംബന്ധിച്ച രേഖകൾക്കുണ്ടെന്നുള്ളതാണ് സത്യം. ഈ നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിന്റെ 110-ാമത്തെ പേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സി രവീന്ദ്രൻ എഴുതിയിരിക്കുന്നത് ചരിത്ര പുരുഷനാണെന്നത് മുഹമ്മദിന്റെ നേട്ടമോ ചരിത്ര പുരുഷനല്ലെന്ന് വന്നാൽ അത് യേശുവിന്റെ ന്യൂനതയോ ആകുന്നില്ല എന്നാണ്. അതായത് ചരിത്ര പുരുഷനാണെന്നുള്ളത് മുഹമ്മദ് ചരിത്ര പുരുഷനാണെന്നുള്ളത് സി രവീന്ദ്രൻ അംഗീകരിക്കുന്നു. എന്നിട്ട് പറയാണ് ചരിത്ര പുരുഷനാണെന്നുള്ളത് മുഹമ്മദിന്റെ നേട്ടമോ ചരിത്ര പുരുഷനല്ലെന്ന് വന്നാൽ അത് യേശുവിന്റെ ന്യൂനതയോ ആകുന്നില്ല. അപ്പോൾ മുഹമ്മദ് ചരിത്ര പുരുഷനാണെന്നുള്ളത് രവീന്ദ്രൻ സമ്മതിക്കുന്നു. എന്ത് ചരിത്ര തെളിവിന്റെ പുറത്താണ് മുഹമ്മദ് ചരിത്ര പുരുഷനാണെന്ന് രവീന്ദ്രൻ പറയുന്നത്? മുഹമ്മദിന്റെ ജീവചരിത്രം എഴുതി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ അടുത്ത തലമുറയിലുള്ളവരും മുഹമ്മദിന്റെ ജീവചരിത്രം എഴുതി നൂറ്റാണ്ടിൽ ഒരാൾ എഴുതി വെച്ചിട്ടില്ല. അതിന്റെ അടുത്ത തലമുറയിൽ ഇബ്നു ഈസ, സീറ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ ജീവചരിക്കുന്നില്ല. അവർ അംഗീകരിക്കുന്നത് ഇമാം ബുഖാരി പണ്ഡിതന്മാരൊക്കെ എഴുതിയിട്ടുള്ള മുഹമ്മദിനെ കുറിച്ച് എന്ന് പറയും. ഇമാം ബുഖാരി തന്റെ 41 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇമാം ബുഖാരി മുഹമ്മദിന്റെ നാട്ടുകാരനെ അല്ല, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽപ്പെട്ട ആൾ പോലും അല്ല. അദ്ദേഹം വേറൊരു ഭൂഖണ്ഡത്തിൽപ്പെട്ട ആളാണ്. വേറൊരു ഭൂഖണ്ഡമല്ല, താഷ്കന്റില്, ഇന്നത്തെ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന താഷ്കന്റില് അവിടുത്തെ അറബി അദ്ദേഹത്തിന്റെ മാതൃഭാഷയല്ല. അപ്പോൾ മുഹമ്മദ് മരിച്ച് 241 കൊല്ലത്തിന് ശേഷം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പുറത്തുനിന്നും വന്ന ഇമാം ബുഖാരി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദിനെ കുറിച്ച് എഴുതി വെച്ച മതഗ്രന്ഥങ്ങളിലുള്ള, പ്രത്യേകം ശ്രദ്ധിക്കണം, മതഗ്രന്ഥമാണ്, അല്ലാതെ മതേതര ചരിത്രകാരനല്ല ഇമാം ബുഖാരി. മുസ്ലിങ്ങളുടെ മത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇമാം ബുഖാരി ഈ വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. മുഹമ്മദ് മരിച്ച്
ആ, 100 കൊല്ലത്തിനുള്ളിൽ എഴുതപ്പെട്ട യാതൊരു രേഖയും ഇല്ല. അത് മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ ആകട്ടെ, അങ്ങനെയുള്ള ഒരു രേഖയില്ല. 100 വർഷത്തിനുള്ള യാതൊരു രേഖയും മുഹമ്മദിനെ കുറിച്ചില്ല. അപ്പൊ ബാക്കി ഹദീസ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ 240 വർഷങ്ങൾക്ക് 241 വർഷങ്ങൾക്ക് ശേഷം ഇമാം ബുഖാരി, പിന്നെ അതിനുശേഷമുള്ളവർ പിന്നീട് 280, 300 അങ്ങനെ കാലഘട്ടത്തിലൊക്കെ വരുന്നവരാണ്. അപ്പൊ ഇവരെല്ലാം ഇത് എഴുതിയത് മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇവരെല്ലാം മതത്തിന്റെ ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആ മതഗ്രന്ഥങ്ങളിൽ എഴുതിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ചരിത്ര പുരുഷനാണെന്ന് വിശ്വസിക്കാൻ സി രവിചന്ദ്രന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മുഹമ്മദ് മരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദിന്റെ അനുയായികളായ മുസ്ലിങ്ങളായ ആളുകൾ മതപരമായ ആവശ്യത്തിന് വേണ്ടി മുഹമ്മദിനെ കുറിച്ച് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ അത് വെച്ചിട്ട് ദേവേന്ദ്രൻ പറയാണ് മുഹമ്മദ് ചരിത്ര പുരുഷനാണെന്നുള്ളത് മുഹമ്മദിന്റെ വലിയ മെച്ചോ ഗുണമൊന്നുമല്ല എന്ന്. പക്ഷെ യേശുക്രിസ്തുവിന്റെ കാര്യം വരുമ്പോൾ ഇതേ രവീന്ദ്രൻ നേരെ തിരിയും. നേരെ അവര് മറുവശത്തേക്ക് കടക്കുകയാണ്. അവിടെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര്, ദൃക്സാക്ഷികളായ ശിഷ്യന്മാര് തങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് രവീന്ദ്രൻ നിരീശ്വരവാദികളായ തന്റെ അനുയായികളോട് പറയുന്നത്. അനുയായികൾ അത് സോഷ്യൽ മീഡിയ മുഴുവൻ പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ചരിത്രപരതയ്ക്ക് തെളിവായി ചരിത്രകാരന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് പലവട്ടം ഞങ്ങൾ മറുപടി നൽകിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പൊ എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഞങ്ങളുടെ അത്തരം മറുപടികൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ചരിത്രകാരന്മാരുടെ ഉദ്ധരണികൾ നിരത്തുന്നതിനേക്കാൾ യുക്തിവിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം തെളിയിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവർ പറയുന്നത് യേശുക്രിസ്തുവിന്റെ മിത്താണെന്നാണ്. അപ്പൊ ഒരു മിത്താണ്, അതൊരു മിഥ്യയാണ്, വെറും പിന്നീടുണ്ടായ ഒരു ഐതിഹ്യമാണെന്നൊക്കെ ഇവർ പറയുന്നു. വാസ്തവത്തിൽ ഇത് നിലനിൽക്കുന്ന ഒരു വാദമല്ല. കാരണം ഒരു മിത്ത് രൂപം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇന്ന് ഒരാൾ മരിച്ചു, നാളെ അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഒന്നൊരു മിത്ത് ഉണ്ടായി വരില്ല. അതിന് നൂറ്റാണ്ടുകളുടെ കാലദൈർഘ്യം ആവശ്യമാണ്. ഒരു മനുഷ്യൻ മരിച്ചുപോയ ഉടനെ തന്നെ അയാളുടെ ശിഷ്യന്മാര് അയാൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, അയാൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രസംഗിച്ചു നടന്നാണ്. അക്കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരൊരു പുസ്തകം എഴുതിയാൽ, ഒന്നിലധികമോ പുസ്തകങ്ങൾ എഴുതിയാൽ തീർച്ചയായും ഇതിനൊക്കെ ദൃക്സാക്ഷികളായ ആളുകൾ അതിന് മറുപടി എഴുതും. പ്രത്യേകിച്ച് എതിർപക്ഷത്തുള്ള ആണുങ്ങള് സാക്ഷരരായിരുന്നു. എല്ലാ ആണുങ്ങളും സാക്ഷരരാണ്. യഹൂദന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യഹൂദന്മാർക്ക് തോറ വായിക്കൽ നിർബന്ധമായിരുന്നുകൊണ്ട് എഴുതാനും വായിക്കാനും അവർ ആൺമക്കളെ പഠിപ്പിക്കുമായിരുന്നു. അത് അവരെ സംബന്ധിച്ച് സാധാരണ സംഭവമാണ്. അപ്പൊ എല്ലാവരും സാക്ഷരരായിരിക്കുമ്പോൾ ഉറപ്പായിട്ടും എതിർസ്വരങ്ങൾ ഉണ്ടാവും. ആരെങ്കിലും എഴുതാതിരിക്കൊന്നുമില്ല. ഇങ്ങനെ ഒരു നുണ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരാളെ, ഇല്ലാത്ത ഒരാളെ ഇതൊന്നും പറഞ്ഞു നടക്കണമെന്നും. പിന്നെ വേറെ എതിരാളികളായ റോമാക്കാരും ഗ്രീക്കുകാരും അവരും എഴുത്തിന്റെയും വായനയുടെയും കാര്യത്തിൽ ഒട്ടും പുറയിലല്ല. യേശുക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ട ഗ്രീക്ക് സാഹിത്യകൃതികൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഇലിയഡ് ഒഡീസി പോലെയൊക്കെയുള്ളത്. എന്നിട്ടും ബൈബിളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എതിരഭിപ്രായം പുലർത്തിക്കൊണ്ടുള്ള ഒരൊറ്റ രേഖയും 1, 2, 3 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. യേശുക്രിസ്തു ഒരു മിത്താണെന്ന് വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഈ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നതിനും ഏകദേശം 1.5-2 പതിറ്റാണ്ടോളം കാലം അപ്പോസ്തലന്മാർ അടക്കമുള്ള ശിഷ്യന്മാര് ഇത് റോമാ സാമ്രാജ്യത്തിൽ എങ്ങും പ്രസംഗിച്ച് നടന്നിരുന്ന കാര്യമാണ്. ഈ സുവിശേഷം അവർ പ്രസംഗിച്ച് നടന്നു. സുവിശേഷം എന്ന് പറയുമ്പോൾ കേവലം ഇന്ന് ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്ന പോലെ യേശുക്രിസ്തു യേശുക്രിസ്തു പാവമില്ലാത്തവനായി ജനിച്ചു, പാവമില്ലാതെ ജീവിച്ചു, പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ആ ചുരുങ്ങിയ സംഗതിയല്ല അവര് പ്രസംഗിക്കുന്നത്. കാരണം ഞങ്ങളെ ചുരുങ്ങിയത് പ്രസംഗിക്കുന്നത് വെച്ചാൽ അത് വിശ്വസിച്ച് വരുന്നവർക്ക് പിന്നെ കൂടുതൽ പഠിക്കാൻ ഇത് ഞങ്ങൾക്ക് കൊടുക്കാൻ ബൈബിളുണ്ട്, പുതിയ നിയമമുണ്ട്. അപ്പൊ അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ ചുരുക്കി പ്രസംഗിക്കും. അന്ന് അങ്ങനെയല്ല. ഈ പറയുന്ന പുതിയ നിയമം എന്ന് പറയുന്ന പുസ്തകം ഒന്നും എഴുതപ്പെട്ടില്ല, സുവിശേഷങ്ങളൊന്നും എഴുതപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ഈ കാര്യമൊക്കെ വിശദമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രസംഗിച്ച് നടന്നിരുന്ന ആ കാര്യമാണ് പിന്നീട് അവര് പുസ്തക രൂപത്തിൽ ആക്കിയിട്ട് സുവിശേഷങ്ങളാക്കി സാമ്രാജ്യത്തിൽ അവര് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇല്ലാത്ത ഒരു കാര്യം പറയുകയോ എഴുതുകയോ ചെയ്താൽ അത് എളുപ്പം കണ്ടുപിടിക്കപ്പെടും. ഒരെണ്ണമെങ്കിലും ഇവർ കള്ളത്തരം പറഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് ബാക്കി ഇതുവരെ ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണെന്നും പറഞ്ഞുകൊണ്ട് എതിരാളികൾ ഭയങ്കര പ്രചരണം നടത്തും. അത് ഇവർക്ക് ഈ ക്രിസ്ത്യാനികൾക്കും അതറിയാം. അതുകൊണ്ട് തന്നെ 100% ഉറപ്പുള്ള തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പ്രസംഗിച്ചിട്ടുള്ളൂ. അവരുടെ പുസ്തകങ്ങളിൽ, അതായത് സുവിശേഷങ്ങളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരി യുക്തി മതി. ഈ യേശുക്രിസ്തു മരിച്ച് 50-ാമത്തെ ദിവസം മുതലാണ്, അതായത് 2 മാസം തികയുന്നതിന് മുമ്പേ ശിഷ്യന്മാര് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി.
നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2:22 മുതൽ 24 വരെയുള്ള ഭാഗത്ത് പത്രോസ് പ്രസംഗിക്കുമ്പോൾ, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവിൻ, നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഈ 2:36 ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. പിന്നെ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത പ്രസംഗം അതിന്റെ 14-15 വാക്യങ്ങളിൽ, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. പിന്നെ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പറഞ്ഞത് നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അപ്പോസ്തലപ്രവൃത്തി 4:9 വാക്യം. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 29 മുതൽ 32 വരെയുള്ള ഭാഗത്ത് വരുമ്പോൾ അവിടെ നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ. അപ്പൊ ഇവിടെയൊക്കെ ശിഷ്യന്മാർ, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അവൻ ആരാണെന്നുള്ളത്. അവൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നടന്നവനാണ്. നിങ്ങൾ ആണ് അവനെ അധർമ്മികളുടെ കയ്യാൽ ക്രൂശിച്ചു കൊന്നത്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ കാര്യം അവർ പറയുമ്പോൾ ഒരാളും ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരക്ഷരം പോലും പറഞ്ഞതായി ബൈബിളിലില്ല. ബൈബിളിന് പുറത്തു നോക്കിയാൽ അപ്പോസ്തലന്മാരുടെ ഈ അവകാശവാദത്തിനെതിരായി ഒറ്റ പുസ്തകം പോലും യഹൂദന്മാരിൽ നിന്ന് 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. ഇനി ഇതുകൂടാതെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെയുള്ള ഭാഗത്ത് പത്രോസ് പറയുന്നത് ഈ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ അവരുടെ തോറയിലുള്ള യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനവാക്യങ്ങളുണ്ട്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ളത്. അപ്പൊ അത് ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് പറയുന്നുണ്ട് ഈ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. സങ്കീർത്തനം 16:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഈ സങ്കീർത്തനത്തിലും യോവേൽ പ്രവാചനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളുടെ നിറവേറലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സംഭവിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളുടെ ഒക്കെ നിറവേറലാണെന്നാണ്. അപ്പൊ കുറഞ്ഞ പക്ഷം ഇവിടെയെങ്കിലും യഹൂദന്മാർ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അവകാശവാദത്തെ ഖണ്ഡിക്കണമായിരുന്നു. കാരണം ഇത് അവരുടെ മതത്തെയും മതഗ്രന്ഥത്തെയും അതിനെ തൊട്ടുള്ള കളിയാണിത്. അപ്പൊ വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ യഹൂദന്മാർ അവിടെ പത്രോസിനെയൊക്കെ ഖണ്ഡിച്ചേനെ. നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധ നുണയാണ്, യേശു എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നിട്ടില്ല, ഞങ്ങൾ അവനെ കൊന്നിട്ടുമില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല, പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അവർ ചോദിച്ചേനെ. പക്ഷെ അങ്ങനൊന്നും അവർ ചോദിച്ചതായിട്ട് ബൈബിളിലില്ല. അപ്പൊ ഞാൻ ഈ കാര്യം ചില ഫേസ്ബുക്ക് ചർച്ചകളിൽ പറഞ്ഞപ്പോ എതിരായിട്ട് വന്നൊരു വാദം ഇങ്ങനെയാണ്, അവരങ്ങനെ പറഞ്ഞിരുന്നു, ബൈബിൾ എഴുത്തുകാർ അത് ബൈബിളിൽ രേഖപ്പെടുത്താതിരുന്നതാണ്, സുവിശേഷങ്ങളിൽ അത് അവർ രേഖപ്പെടുത്താതിരുന്നതാണ്. ആ വാദവും നിലനിൽക്കുന്നതല്ല. കാരണം അവർ പറഞ്ഞ കാര്യം ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അവർക്ക് പുസ്തക രൂപത്തിൽ എഴുതാമല്ലോ. അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെങ്കിലും പിന്നീടുള്ള ഇതിൽ നമുക്ക് കാണുന്നുണ്ട് യഹൂദന്മാരുടെ അതിന് മുമ്പേ ഉള്ള ഗ്രന്ഥങ്ങളും ഉണ്ട്, അതിനുശേഷമുള്ള ഗ്രന്ഥങ്ങളെല്ലാം നമ്മുടെ മുമ്പാകെ ഉണ്ട്. അപ്പൊ യഹൂദന്മാർ അത് എഴുതുമ്പോൾ അവരുടെ സ്വന്തം പുസ്തകത്തിൽ എഴുതാലോ, ബൈബിളിൽ വേണ്ട, പുറമെ അവരുടെ പുസ്തകത്തിൽ അവർക്ക് അത് എഴുതാലോ. പക്ഷെ അവരത് ചെയ്തിട്ടേ ഇല്ല, അങ്ങനെ ഒരു കാര്യം അവർ മിണ്ടിയിട്ടേ ഇല്ല. യേശുക്രിസ്തുവിന്റെ ചരിത്രാസ്തിക്യത്തിനെതിരെ ഒരക്ഷരം പോലും 1-ാം നൂറ്റാണ്ടിലെയോ 2-ാം നൂറ്റാണ്ടിലെയോ 3-ാം നൂറ്റാണ്ടിലെയോ യഹൂദന്മാർ എഴുതിയിട്ടില്ല. യേശുക്രിസ്തുവിനെതിരെ യഹൂദന്മാർ എഴുതിയിരിക്കുന്ന ആദ്യത്തെ പരാമർശം AD 3-ാം നൂറ്റാണ്ടിലുള്ളതാണ്. യേശു ഒരു ചതിയനാണ്, കപടത്താൽ അവൻ ജനങ്ങളുടെ കണ്ണ് കെട്ടിയിട്ടാണ് അത്ഭുത വിദ്യകളൊക്കെ കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഒരു എഴുത്ത് യഹൂദന്മാരുടെ പക്ഷത്തു നിന്ന് ഉണ്ടാകുന്നത് AD 250 എഴുതപ്പെട്ട ബാബിലോൺ തൽമൂദിലാണ്. ബാബിലോണിയൻ തൽമൂദ് സൻഹെദ്രീം എന്ന് പറയുന്ന അധ്യായത്തിന്റെ 43A അതിലാണ് ഇത് പറയുന്നത്. അപ്പൊ അതിലും യേശു ജീവിച്ചിരുന്നില്ലെന്നോ അത്ഭുതങ്ങൾ കാണിച്ചിരുന്നില്ലെന്നോ ഒന്നുമല്ല അതിൽ പറയുന്നത്, മറിച്ച് യേശു ജീവിച്ചിരുന്നു, യേശു അത്ഭുതങ്ങൾ കാണിച്ചു, പക്ഷെ ആ കാണിച്ച അത്ഭുതം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, പിശാചി എന്നുള്ളതായിരുന്നാണ് അവരുടെ വാദം. അപ്പൊ ഈ വാദത്തിലെ ആരോപണത്തിലൊന്നും വലിയ കഴമ്പില്ല. കാരണം ഇതേ ആരോപണം യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് അന്നുള്ള യഹൂദന്മാർ പറഞ്ഞിരുന്നു, ഇവൻ ബെൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അപ്പോൾ ആ മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 34 യഹൂദന്മാർ ഈ ആരോപണം ഉന്നയിക്കുന്നു. മത്തായി 12-ന്റെ 24 മുതൽ 28 വരെയുള്ള ഭാഗത്ത്
യേശുക്രിസ്തു തന്നെ അതിന് മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അന്ന് യഹൂദന്മാർ പറഞ്ഞ അതേ ആരോപണം ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ കൊച്ചുമക്കൾ, അന്നത്തെ യഹൂദന്മാരുടെ കൊച്ചുമക്കൾ ആരോപിച്ചത് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിൽ വലിയതൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ മിത്ത് എന്ന് പറയുമ്പോൾ മിത്തായ ഒന്നിനു വേണ്ടി ജീവൻ കൊടുക്കാൻ ലോകത്ത് ആരും തയ്യാറാവുകയില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സുബോധമുള്ള ഒരു മനുഷ്യനും മിത്തായ ഒന്നിനു വേണ്ടി ജീവൻ കൊടുക്കാൻ കേവല ഐതിഹ്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഡിങ്കൻ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണല്ലോ കേരളത്തിലെ നവനാസ്തികരൊക്കെ. അവരിൽ ആരെങ്കിലും ഡിങ്കന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവും? ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറയുന്നതാണ്. അവർ ആരെങ്കിലും ഡിങ്കന് വേണ്ടി ജീവൻ കൊടുക്കുമോ? ജീവിതം കൊടുക്കുമോ? ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 1-ാം നൂറ്റാണ്ട് മുതലേ യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിച്ച അനേകരെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ജീവിച്ചിരുന്നിട്ടില്ലാത്ത ആളുടെ പേരിൽ മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം കൊല്ലുന്നവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലാഭം അതിൽ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള വല്ലത് അതിന്റെ പേരിൽ കൊല്ലുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ജീവിച്ചിരുന്നിട്ടില്ലാത്ത ആളുടെ പേരിൽ സ്വയം ജീവൻ കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? യേശുക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെട്ടവർ ഇന്നും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു അനേകരാണ്. കോടികൾ ഇന്നും ഇത്രയും നാളുകൾക്കുള്ള ലക്ഷങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മിത്തായ ഒന്നിനു വേണ്ടി ഈ കൊല്ലപ്പെടുന്നത് മാത്രമല്ല, ജീവൻ കൊടുക്കുന്നത് പോട്ടെ, ജീവിതം തന്നെ കൊടുത്തവരുണ്ടല്ലോ അനേകര്. നമ്മുടെ നാട്ടിലേക്ക് വന്ന മിഷണറിമാരുടെയൊക്കെ കാര്യം നോക്കിയാൽ മതി. മിഷണറിമാരൊക്കെ അവരുടെ ജീവിതം തന്നെ ഇവിടെ അവർ ചെലവഴിച്ചു. ഇന്നും എത്രയോ പേര് അങ്ങനെ അവരുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു. മിഷണറിമാരെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡോക്ടർമാരുടെയൊക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. മിഷണറി ഡോക്ടർമാര് ഇന്ന് എന്തുകൊണ്ടാണ് ഡോക്ടർമാർക്ക് ഇത്രയും വില സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കാരണം ഈ മിഷണറി ഡോക്ടർമാർ ചെയ്തതാണ്. അന്ന് ഒരു കോളറ വരുമ്പോ അല്ലെങ്കിൽ ഒരു വസൂരിയോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു മഹാവ്യാധിയൊക്കെ ഒരു പകർച്ചവ്യാധിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രോഗികളായിരിക്കുന്നവരുടെ അടുത്തേക്കൊന്നും ഇവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാര് അവർ പോവുകയില്ല. ആയുർവേദത്തിന്റെ മറ്റേതൊക്കെയുള്ളവർ അവർ പോവുകയില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പോയി കഴിഞ്ഞാൽ മരിക്കും, ജീവൻ പോകും. അപ്പൊ എല്ലാവർക്കും ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് പോകുന്നില്ല. എന്നാൽ ഈ മിഷണറി ഡോക്ടർമാരെല്ലാം അവിടേക്ക് പോവുകയും അവരെ ചികിത്സിക്കുകയും ധാരാളം പേര് ചെറുപ്പക്കാരായിരിക്കുന്നവരൊക്കെ ധാരാളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ മിഷണറിമാരുടെ മിഷണറി റെക്കോർഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓരോ പകർച്ചവ്യാധി വന്ന് പോയി കഴിയുമ്പോൾ അവരുടെ മിഷൻ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം ലിസ്റ്റ് ഉണ്ടല്ലോ, അത് നോക്കുമ്പോൾ കാണാം നേർ പകുതിക്കൊക്കെ വെച്ചിട്ടാണ് അവിടെ അതിൽ പിന്നത്തെ ഇതിൽ വരുന്ന സമയത്ത് മൊത്തമുള്ള മിഷണറിമാരുടെ, മിഷണറി ഡോക്ടർമാരുടെ, മിഷണറി അധ്യാപകരുടെ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നേർ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇവരെ ശുശ്രൂഷിക്കാനൊക്കെ പോയി അതിനകത്ത് ജീവൻ മരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെടുക വെച്ചാൽ വേറെ ആരിലും കൊന്നൊന്നുമല്ല, രോഗത്താൽ അവർ മരിച്ചു പോകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത് ജീവിച്ചിരുന്നിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി. ഇങ്ങനെ ഈ വന്ന് ഇവിടെ കിടന്ന് ഇങ്ങനെ മരിച്ചുപോയ ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ യൂറോപ്പിലെ ഒക്കെ കുടുംബങ്ങളിലുള്ള ആൾക്കാരുടെ മക്കളാണെന്ന് ഓർക്കണം, പ്രഭുക്കന്മാരൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ എന്താ ഭ്രാന്തുണ്ടായിരുന്ന? ഭ്രാന്തുണ്ടെന്നൊന്നും അവരറിയാവുന്ന ഒരാളും പറയുകയില്ല. കാരണം പലരും ഗോൾഡ് മെഡലിസ്റ്റുകളൊക്കെ ആയിട്ടാണ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളവർ, നല്ല ബുദ്ധിമാന്മാരായ ആളുകൾ. അങ്ങനെയുള്ളവരൊക്കെയാണ് വന്നിട്ടുണ്ടായത്. അപ്പൊ മിത്തായ ഒന്നിനു വേണ്ടി ആരും ജീവൻ കൊടുക്കാൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് മിത്ത് എന്നുള്ള ഈ ഇത് നിലനിൽക്കുകയില്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് യഹൂദന്മാര് ഈ വിഷയത്തെ കുറിച്ച് തന്നെ എൻ്റെ ഒരു സ്നേഹിതൻ, ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സ്നേഹിതൻ, വേറൊരു യഹൂദൻ അവിടെ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾ യഹൂദനാണ്. അപ്പൊ അയാളോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരാൾ യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചെന്ന് പറഞ്ഞപ്പോൾ ആ യഹൂദൻ എന്റെ സ്നേഹിതൻ നേരെ ചൂടായിട്ട് പറഞ്ഞു, അവൻ വെറും ഭ്രാന്തനാണ്, അവനൊരു വിവരവുമില്ല, ബോധവുമില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പറയേണ്ടിരുന്നത് ഞങ്ങളായിരുന്നില്ലേ, ഞങ്ങൾക്കല്ലേ അതിൽ നിന്ന് അതിന്റെ ഏറ്റവും ഗുണം ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. അത് ശരിയായൊരു കാര്യമാണ്. കാരണം നിരീശ്വരവാദികൾ യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദികൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, മതത്തിനെതിരായിട്ട് എന്തെങ്കിലും പറയാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്നാൽ യഹൂദനെ സംബന്ധിച്ച് അങ്ങനെയല്ല. യേശുക്രിസ്തുവിന്റെ ഘാതകന്മാർ എന്ന നിലയിൽ ചരിത്രത്തിൽ വേട്ടയാടപ്പെട്ടിട്ടുള്ള കൂട്ടരാണ് യഹൂദന്മാര്. അത് കേവലം കുറച്ച് നാളുകളൊന്നുമല്ല, നൂറ്റാണ്ടുകളോളം അവർ ചരിത്രത്തിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അക്കാര്യം പറയുന്നത് യഹൂദന്മാരായിരിക്കും. ഇപ്പോ ഡിങ്കൻ കൊല്ലപ്പെട്ടതായിട്ട് വാലമംഗലത്തിൽ ഉണ്ടെന്ന് വെച്ചു. ഡിങ്കൻ കൊല്ലപ്പെട്ടു, ഡിങ്കനെ കൊന്നത് ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതിയിരിക്കുന്നു. അതിന്റെ പേരിൽ ആ ആളുകൾ ജീവനോടുള്ളവരാണ്. ഡിങ്കൻ സാങ്കല്പികമാണെങ്കിലും ആൾക്കാർ ജീവനോടുള്ള ആളുകളാണ്, ലോകത്തുള്ള ആളുകളാണെന്ന് വെച്ചു. ഡിങ്കന്റെ അനുയായികൾ വന്നിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊല്ലുകയാണ്, ഞങ്ങളുടെ ഡിങ്കനെ നിങ്ങൾ കൊന്നില്ലെന്നും പറഞ്ഞ് ഇവരെ കൊല്ലുകയാണെങ്കിൽ ഈ ആൾക്കാർ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അവരതിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കും. അവർ പറയും ഡിങ്കൻ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ലല്ലോ, അതൊരു സാങ്കല്പിക കഥാപാത്രമല്ലേ.
ഒരു സാങ്കല്പിക കഥാപാത്രത്തെ കൊന്നെന്നും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ നിങ്ങൾ കൊല്ലുന്നു എന്ന് ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും അതിനെ പ്രതിഷേധിക്കും, അവരതിനെതിരായിട്ട് പ്രതികരിക്കും, പുസ്തകങ്ങൾ എഴുതും, മറ്റു പല കാര്യങ്ങളും അവർ ചെയ്യുമായിരുന്നു. അപ്പൊ യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ അക്കാര്യം പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് ആർക്കാണ്? യഹൂദനാണ്. യഹൂദന്മാരാണ് അത് പറയേണ്ടത്. പക്ഷെ അവർ പറയുന്നില്ല. അവർക്കറിയാം അത് പറയുന്നത് ചരിത്ര നിഷേധമാണ്. യേശുക്രിസ്തു ജീവിച്ചിരുന്നെന്നും അദ്ദേഹം അന്നത്തെ യഹൂദ റബ്ബിമാരുടെ സൻഹെദ്രിൻ സംഘത്തിന്റെയും വിചാരണയ്ക്ക് വിധേയനായി അദ്ദേഹത്തെ അവർ വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നിട്ട് റോമാക്കാരെ ഏൽപ്പിച്ചു. റോമാക്കാരുടെ കയ്യാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇത്രയും കാര്യം യഹൂദന്മാർ അംഗീകരിക്കുന്നതാണ്. ഉയർത്തെഴുന്നേറ്റത് അവർ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇത്രയും കാര്യം അംഗീകരിക്കുന്നത് കാരണം അത് നടന്ന സംഭവമാണ്, ചരിത്ര രേഖയാണ്, അവരത് നിഷേധിക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഈ മിത്തായ ഒന്നിനെ അല്ലെങ്കിൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുന്നതിലൂടെ എന്ത് ലാഭമാണ് ഈ സുവിശേഷ രചയിതാക്കൾക്ക് അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ ഉണ്ടാക്കിയവർക്ക് ലഭിച്ചതെന്ന് കൂടി പറയണം. ഈ വാദം ഉന്നയിക്കുന്നവർ അത് പറയണം. ഈ മോട്ടിവേഷൻ ഓഫ് ക്രൈം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. കുറ്റകൃത്യത്തിന്റെ ഉദ്ദേശം. ഒരു കോടതിയിൽ ഒരു കാര്യം തെളിയിക്കപ്പെടണമെങ്കിൽ ഒരാൾക്കെതിരെ ഒരു കുറ്റാരോപണം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ വേറെ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ദൃക്സാക്ഷികളൊന്നുമില്ല, ഇയാൾ കൊന്നതിന് ദൃക്സാക്ഷികളൊന്നുമില്ല, സാഹചര്യ തെളിവുകളേ ഉള്ളൂ. സാഹചര്യ തെളിവുകൾ വരുമ്പോൾ കോടതി ആദ്യം പരിഗണിക്കുന്നത് ഇയാളെ കൊന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടം ഈ മനുഷ്യന്, കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ യാതൊരു നേട്ടവും അതിൽ നിന്ന് അയാൾക്ക് കിട്ടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അയാൾ വെറുതെ വിടുകയും ചെയ്യും. അപ്പൊ ഈ മോട്ടിവേഷൻ ഓഫ് ക്രൈം എന്ന് പറയുന്ന ആ സംഗതി അത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ ഉണ്ടാക്കിയതായിട്ട് ആരോപിക്കുകയാണല്ലോ സുവിശേഷകന്മാർക്കെതിരെ, 4 സുവിശേഷകന്മാർക്കെതിരെ. അതിലൂടെ അവർക്ക് എന്ത് മെച്ചമാണ് ഉണ്ടായത്? എന്ത് കാര്യമാണ്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ക്യാരക്ടറിനെ അവർ ഉണ്ടാക്കിയെടുത്തത്? അതിന്റെ ഉദ്ദേശം എന്താണ്? അത് പറയാൻ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ല, കേവലം ഒരു മിത്താണെന്ന് പറയുന്നവർ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. എന്താണ്? ചില ആളുകൾ, ഞാൻ ഈ വിഷയം ഫേസ്ബുക്കിൽ ചർച്ച നടത്തിക്കുന്നപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് അവരത് സന്മാർഗോപദേശങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ സന്മാർഗോപദേശങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. ഇപ്പൊ പഞ്ചതന്ത്രം കഥകളിൽ കുറെ മൃഗങ്ങളൊക്കെ ആണല്ലോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈസോപ്പ് കഥകളിലും ഉണ്ട് മൃഗങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അത് സാരോപദേശത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലാണ്ട് അതൊന്നും ജീവന ഉള്ളതൊന്നുമല്ല. പഞ്ചതന്ത്രം കഥകളിലെ സംസാരിക്കുന്ന മൃഗങ്ങളായാലും അല്ലെങ്കിൽ ഈസോപ്പ് കഥകൾ അല്ലെങ്കിൽ അതുപോലെയുള്ളത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോ ആ ഒരു വാദം അത് നിലനിൽക്കുന്നതല്ല, അത് പൊള്ളത്തരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചതന്ത്ര കഥകളായാലും അല്ലെങ്കിൽ മറ്റു കഥകളിലൊക്കെ ആയാലും നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം, അതൊരു ഫിക്ഷൻ ആണ് എന്നുള്ള കാര്യം തന്നെ നമുക്കറിയാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൃത്യമായ ചരിത്രരേഖകൾ വെച്ചു അല്ലെങ്കിൽ ചരിത്രപരമായി തെളിയിക്കാൻ പറ്റുന്നതായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് യേശുക്രിസ്തു എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഇവര് ഈ സുവിശേഷങ്ങൾ 4 എഴുതിയിട്ടുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തു ജനിച്ചത് ആരുടെ ഭരണകാലത്താണ്? യേശുക്രിസ്തു പ്രവർത്തനം ആരംഭിക്കുന്നത്, പരസ്യ പ്രവർത്തനം, സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് പരസ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഏത് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഏത് ചക്രവർത്തി ഭരിക്കുമ്പോൾ ഏത് ആളുകളുടെ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം. പിന്നെ യേശുക്രിസ്തുവിനെ വിചാരണം ചെയ്തത് ആരാണ്? അല്ലെങ്കിൽ ഇത് അവരെല്ലാം ചരിത്രത്തിലുള്ളവരാണ്. പിലോത്തസ് ആയാലും മറ്റുള്ളവരൊക്കെ ആയാലും ചരിത്രത്തിലുള്ളവരാണ്, എല്ലാം അറിയാം നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാവരും യേശുക്രിസ്തുവിന്റെ കൂടെ ഉള്ളതായിട്ട് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ എഴുതപ്പെട്ട ബാക്കിയുള്ള എല്ലാവരും ചരിത്രത്തിൽ ഉള്ള ആളുകൾ, അവരുടെ ചരിത്രപരമായ അസ്തിത്വം നമുക്ക് തെളിയിക്കാൻ കഴിയുകയും യേശുക്രിസ്തു മാത്രം ഒരു ഫിക്ഷൻ ആണെന്ന് പറയുകയും ചെയ്യുന്നത് അതൊരു ലോജിക്കൽ ഫാലസി ആണെന്നുള്ളത് പോട്ടെ. അതിലൂടെ ഇവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? സാരോപദേശം, ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട്, സന്മാർഗ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിച്ചിരുന്നിട്ടില്ലാത്ത യേശു എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ആ കഥാപാത്രത്തിന് വേണ്ടി മരിക്കാൻ വരെ ആവശ്യപ്പെടുകയും ആ കഥാപാത്രത്തിൽ വിശ്വസിക്കുന്നതിലൂടെ സ്വർഗം ലഭിക്കുമെന്ന് എഴുതി വെക്കുകയും ചെയ്തവര് ലോകം കണ്ട ഏറ്റവും വലിയ വഞ്ചകന്മാരായിരിക്കണം. അപ്പൊ ലോകം കണ്ട ഏറ്റവും വലിയ വഞ്ചകന്മാരായ ആളുകൾക്ക് ഒരിക്കലും ഇത്രയും നല്ല ഉപദേശങ്ങൾ, ഇത്ര സാൻമാർഗികമായിട്ടുള്ള മെച്ചപ്പെട്ട ഉപദേശങ്ങൾ ലോകത്തിന് കൊടുക്കാനും സാധിക്കുകയില്ല. കാരണം ഇത് കോൺട്രഡിക്റ്റ് ആണ്. നേരിട്ട് ഇത് ശരിയാവുന്ന ഒരു കാര്യമല്ലല്ലോ. സാൻമാർഗിക ഉപദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിച്ചിരുന്നിട്ടില്ലാത്തൊരു കഥാപാത്രത്തെ ജീവിച്ചിരുന്നു എന്ന് മറ്റുള്ളവരെല്ലാം വിശ്വസിക്കത്തക്ക നിലയിലുള്ള തെളിവുകൾ നൽകിക്കൊണ്ട് ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുന്നു. ആ കഥാപാത്രത്തിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നു. ആ കഥാപാത്രത്തിന് വേണ്ടി മരിക്കാൻ വരെ ആവശ്യപ്പെടുന്നു. ആ കഥാപാത്രത്തെ വിശ്വസിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കും എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ജീവിച്ചിരുന്നില്ലാത്ത ഒരാളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ അത് വഞ്ചനയാണ്. അങ്ങനെ
മറ്റാളുകളെ വഞ്ചിക്കുകയാണ്. അപ്പൊ ഈ വഞ്ചിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് സാൻമാർഗിക ഉപദേശം പ്രചരിപ്പിക്കാൻ പറ്റുന്നത്? അപ്പൊ ചില ആളുകൾ സൃഷ്ടിച്ച ഒരു സാങ്കല്പിക കഥാപാത്രമാണ് യേശു എന്നുള്ള വാദവുമായി വരുന്നവർ ആദ്യം അവരെ തന്നെ, അതായത് സാൻമാർഗികോപദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ സൃഷ്ടിച്ചൊരു സാങ്കല്പിക കഥാപാത്രമാണ് യേശു എന്നുള്ള വാദവുമായി വരുന്നവർ ആദ്യം അവരെ തന്നെയാണ് ഖണ്ഡിക്കുന്നത്. കോൺട്രാഡിക്റ്റാണ് അവരുടെ വാദം. തങ്ങളുടെ വാദം പരസ്പര വിരുദ്ധമാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇനി നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചരിത്രരേഖകൾ വേറെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അത് നിങ്ങൾക്ക് പലരും അറിയാമെന്ന് വിചാരിക്കുന്നു. പല ചെറിയ പ്ലിനിനെ ആയാലും ജോസഫീസിനായാലും മറ്റു പല ചരിത്രകാരന്മാരും ഉണ്ട്. അത് മാത്രമല്ല, ചരിത്രകാരന്മാരുടെ കാര്യമൊക്കെ വിട്, 4 സുവിശേഷങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ചരിത്രപരമായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന സംഗതികൾ തന്നെയാണ്. അത് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ആ സംഗതിയെ ചരിത്രരേഖയായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒരു കാര്യത്തെയും ചരിത്രമായിട്ട് അംഗീകരിക്കാൻ ഇവിടെയുള്ള ഒരു നിരീശ്വരവാദിക്കും പറ്റുകയില്ല. അത് എഴുതപ്പെട്ടത് മതപരമായ ഉദ്ദേശത്തിന് വേണ്ടി എന്തിനാന്നുള്ളതല്ല, ആ എഴുതപ്പെട്ട അതിന്റെ രേഖകൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അത് ചരിത്രം എന്നുള്ള കാറ്റഗറി തന്നെ വരും. കാരണം ദൃക്സാക്ഷികളായ ആൾക്കാർ യേശുക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ജീവനോട് ഇരിക്കുന്ന സമയത്ത് തന്നെ എഴുതിയ സംഭവമാണ്. അത് ചരിത്രം എന്നുള്ള കാറ്റഗറി തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടേ മറ്റ് മതം എന്നുള്ള മറ്റതിലേക്കൊക്കെ അത് പോകുന്നുള്ളൂ. അപ്പൊ അതെല്ലാം നമുക്ക് തെളിയിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇങ്ങനെ ഞാനിപ്പോ കൂടെ പറഞ്ഞ യുക്തിപരമായ വിധത്തിലുള്ളത്, ഒരു യുക്തിവാദികളെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടാണല്ലോ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള കുറെ വാദങ്ങൾ ഇത് പറയുമ്പോൾ, യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് പറയുമ്പോൾ ഇവർ ഉത്തരം പറയേണ്ടുന്ന ഇതുപോലെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം ഇവര് മറുപടി പറയാൻ ബാധ്യസ്ഥരുമാണ്. ഏതായാലും എനിക്ക് അനുവദിച്ച സമയത്തിൽ കൂടുതൽ ഞാൻ എടുത്തെന്ന് തോന്നുന്നു, എന്നോട് ക്ഷമിക്കുക. ഞാൻ എൻ്റെ വിഷയാവതരണോട് അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കിയുള്ള വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും മറ്റു ചെയ്യാനുള്ളവർക്ക് അത് കാര്യം ചെയ്യാവുന്നതാണ്. താങ്ക് യു അനിൽ സർ. ഇതുവരെയും തന്ന നല്ല അറിവുകൾക്കായി നന്ദി. തുടർന്ന് നമ്മൾ നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിലെ ചരിത്ര അബദ്ധങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ചോദ്യോത്തരവേളയിലൊക്കെ നമുക്ക് അതിനുള്ള സമയമുണ്ട്. അനിൽ സാറിന്റെ കൂടുതൽ അറിവുകൾ നമുക്ക് ഇനി കേൾക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്കിനി ആഷറിലേക്ക് പോകാം. ആഷറിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കോട്ട് വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന ഒരു എത്തിയിസ്റ്റ് ഫിലോസഫറായ മൈക്കൽ റൂസ്, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകം ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ എനിക്ക് നാണക്കേടുണ്ടാകും. ദി ഗോഡ് ഡെലൂഷൻ എഴുതിയ റിച്ചാർഡ് ഡോക്കിൻസ് ഫിലോസഫി, ദൈവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലെ ആമുഖ പഠനം പോലും ജയിക്കില്ല. അഭിമാനത്തോടെ അദ്ദേഹം യാതൊരു അറിവില്ലാത്ത കാര്യവും വിമർശിക്കുന്നു. ഇത് പറഞ്ഞതൊരു എത്തിയിസ്റ്റ് ഫിലോസഫറാണ്. അതുപോലെ തന്നെ പ്രശസ്തനായ ഒരു ഫിലോസഫറായ അനലിറ്റിക് ഫിലോസഫറായ ആഡ്വിൻ ബ്ലാൻഡിഗയും അദ്ദേഹത്തിന്റെ ഫിലോസഫിയിലുള്ള അറിവ് അല്ലെങ്കിൽ ഫിലോസഫിയിൽ റിച്ചാർഡ് ഡോക്കിൻസ് വന്ന ഒരു പരാജയത്തെ അദ്ദേഹവും വിമർശിക്കുന്ന ഒരു പ്രശസ്തനായ ഒരു കോട്ട് നമുക്ക് കാണാവുന്നതാണ്. ഞാനത് വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ആഷറിലേക്ക് പോകുന്നതിന് മുന്നേ, ആഷർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രവിചന്ദ്രനോട് തന്നെ ഒരു പബ്ലിക് ക്ലബ് ഹൗസ് മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകത്തെയും അതുപോലെ തന്നെ അതിന്റെ തർജ്ജമയാണല്ലോ നാസ്തികനായ ദൈവം, അതേക്കുറിച്ച് ആഷർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിന്റെ ലോജിക്കൽ ഫാലസികൾ എടുത്ത് അദ്ദേഹം പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ആഷറിന് എന്താണ് ഈ പുസ്തകത്തെ കുറിച്ചും ഗോഡ് ഡെലൂഷൻ, ഒരുപക്ഷെ താങ്കൾ മലയാളം വെർഷൻ വായിച്ചു കാണില്ല എങ്കിലും അതിന്റെ തർജ്ജമയാണല്ലോ, ഗോഡ് ഡെലൂഷന്റെ തർജ്ജമയാണല്ലോ നാസ്തികനായ ദൈവം. ഗോഡ് ഡെലൂഷനെ കുറിച്ചും അതിൽ വന്നിട്ടുള്ള ലോജിക്കൽ ഫാലസിയും ചരിത്ര അബദ്ധങ്ങളെ കുറിച്ച് എന്താണ് ആഷറിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും താങ്ക്സ് രാഹുൽ ഏട്ടാ. ആ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചാൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ DC ബുക്സിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അതെനിക്കൊന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ആ പാട്ട്. ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളുടെ ചാനലിൽ വന്ന ഗ്രേസിൽസിൽ അതിൻ്റെ ഒരു റിവ്യൂയും അധികം താമസിക്കാതെ തന്നെ കാണാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ആ ക്വസ്റ്റ്യൻസിൽ ഞാൻ ആക്ച്വലി റേസ് ചെയ്ത 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്ന്, നേരത്തെ രാഹുൽ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ വെസ്റ്റേൺ അക്കാഡമിയിൽ നിന്ന് ഈ ഗോഡ് ഡില്യൂഷൻ ഉണ്ടാക്കിയ ഒരു വേവ് ഉണ്ടായിരുന്നു. അത് 2000കളിൽ വന്ന ആ വേവ്, ഗോഡ് ഡില്യൂഷൻ എന്ന ആ ഒരു ട്രെൻഡ്, അത് ഇറ്റ് കംപ്ലീറ്റ്ലി വാനിഷ്ഡ് ഔട്ട് ഓഫ് വെസ്റ്റേൺ അക്കാഡമി. കംപ്ലീറ്റ്ലി വാനിഷ്ഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വാനിഷ്ഡ്. ഇപ്പം
മൈക്കിൾ റൂസിന്റെ കാര്യം പറഞ്ഞു. മൈക്കിൾ റൂസ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തനായ നിരീശ്വരവാദിയായിരിക്കുന്ന ഫിലോസഫർ ഓഫ് സയൻസ് ആണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് ചേട്ടൻ വായിച്ചതുപോലെ തന്നെ ആ പുസ്തകം വായിച്ചിട്ട് ഐ എം അഷെയിംഡ് ടു ബി ആൻ ഏത്തിസ്റ്റ്, ഇറ്റ് വിൽ ഫെയിൽ ആൻ ഇൻട്രൊഡക്ടറി ലെവൽ ഓർ one-on-one ലെവൽ കോഴ്സ് ഇൻ ലോജിക്. സോ ലോജിക്കൽ ഫാലസീസ് അതിനകത്ത് നിറഞ്ഞു നിൽക്കുക. അതുപോലെ തന്നെ ഡാനിയൽ കെയിം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏത്തിസ്റ്റ് ഫിലോസഫറാണ്. അദ്ദേഹം ഒരു ലെറ്റർ തന്നെ now it is published publicly, wrote to Dawkins saying that അദ്ദേഹം ontological argument പോലെ ദൈവത്തിന് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സിനെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് ആ ആർഗ്യുമെന്റ് മനസ്സിൽ പോലും ആയിട്ടില്ല. സോ പക്ഷേ അതുകൊണ്ട് എനിക്കറിയാം വാട്ട് എവർ ബി ദ റീസൺ, ഈ പുസ്തകം റെട്ടോറിക്കിന്റെ ഒരു ഇതിലായിരിക്കും ഒത്തിരി പോപ്പുലറായി. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത് പോപ്പുലർ ആകുന്നത് ഇന്നാണെന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഈ ഇടയ്ക്കാണ് അതിന്റെ പോപ്പുലാരിറ്റി ഇപ്പോഴും ഇറ്റ് ഇസ് കണ്ടിന്യൂയിങ്. പക്ഷേ സ്റ്റിൽ ദാറ്റ് ബുക്ക് ഇസ് കറന്റ്ലി ഡെൽറ്റ് വിത്ത്, റൈറ്റ്? ആ റിച്ചർഡ് ഡോക്കിൻസ് എന്ന് വെസ്റ്റിൽ ചെന്ന ഏത്തിയസത്തിന്റെ ഒരു ഫേസ് പോലും അല്ല എന്നൊരു രീതിയിൽ, അല്ലെങ്കിൽ he is not, I mean atheists, നമ്മൾ വെസ്റ്റേൺ ഏത്തിസ്റ്റുകളോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും they are not particularly proud of the kind of atheism that Christopher Hitchens, Richard Dawkins put forward. അത് തന്നെയാണ് ഇവിടെ കേരളത്തിൽ സി രവീന്ദ്രൻ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പം ആ പുസ്തകം നിറച്ച് ഫാലസീസ് ആണ്. അതിന്റെ ഫസ്റ്റ് ലൈൻ തന്നെ നമ്മൾ വായിക്കുന്നത് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ദാറ്റ് ഇസ് എ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഓഫ് an appeal to ignorance fallacy. അതായത് ഒരു ഹൈപ്പോത്തസിന്റെ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മറ്റൊരു ഹൈപ്പോത്തസിന്റെ തെളിവാവുന്നില്ല. ഇപ്പം ദൈവവിശ്വാസത്തിന് നല്ല തെളിവുകളുണ്ട്. ഓക്കെ, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും ചരിത്രപരതയ്ക്കും നല്ല തെളിവുകളുണ്ട്. പക്ഷേ ഫോർ ദ സേക്ക് ഓഫ് ദി ആർഗ്യുമെന്റ് ഇപ്പം നമ്മൾ വി ആർ കൺസീഡിങ് ദാറ്റ് ഓക്കെ തെളിവില്ല എന്ന് നമ്മൾ കൺസീഡ് ചെയ്താൽ പോലും, റൈറ്റ്, ഫോർ ദ സേക്ക് ഓഫ് ദി ആർഗ്യുമെന്റ്, അത് നിരീശ്വരവാദത്തിനൊരു തെളിവല്ല. നിരീശ്വരവാദം ശരിയാവണമെങ്കിൽ, നിരീശ്വരവാദം if it has to be true, it should be proven. അതിന് തെളിവുകൾ മുൻപോട്ട് വെക്കണം. ഈ പുസ്തകം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ആ പുസ്തകത്തിന്റെ അതിന് തെളിവില്ല. പിന്നെ അത് മാത്രമല്ല, ആ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ദ ഗോഡ് ഡില്യൂഷൻ. അത് റിച്ചർഡ് ഡോക്കിൻസ് ഓക്സ്ഫോർഡ് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു ജോൺ ലെനക്സിനെ ഡിബേറ്റ് ചെയ്യുമ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. he says that നിങ്ങളുടെ പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മെയിൻ ആയിട്ട് ഒരു ആർഗ്യുമെന്റ് ആയിട്ട് വെക്കുന്നത് ഹൂ ക്രിയേറ്റഡ് ഗോഡ്, ദൈവം എല്ലാം ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഹൂ ക്രിയേറ്റഡ് ഗോഡ്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ആർഗ്യുമെന്റ് അല്ല, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസ് ഒരിക്കലും ആർഗ്യുമെന്റ്സ് അല്ല. ബട്ട് എനിവേ ജോൺ ലെനോക്സ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു ക്രിയേറ്റഡ് ഗോഡിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനത്തെ ക്രിയേറ്റഡ് ഗോഡിനെ പറ്റിയാണ് നിങ്ങൾ വിമർശിക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് എ ഡില്യൂഷൻ. ഞങ്ങളും അംഗീകരിക്കുന്നു, നിങ്ങളും അംഗീകരിക്കുന്നു. നിങ്ങളുടെ ടൈറ്റിൽ നിങ്ങൾ പറയുന്ന ഗോഡ് ഡില്യൂഷൻ എന്ന് വിളിക്കുന്ന ആ ദൈവം ക്രിയേറ്റഡ് ഗോഡ്സ് ആണ്. സോ യു നോട്ട് ബി അറ്റാക്കിംഗ് the god of classical Christian, Judeo-Christian worldview. So we are going to discuss all of that. പിന്നെ അനുസാര ഈ മിത്തിസിസത്തെ പറ്റി അല്ലെങ്കിൽ ആ ഇതിനെ പറ്റി കംപ്ലീറ്റ്ലി നല്ലൊരു ഓവർവ്യൂ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഐ ജസ്റ്റ് വോണ്ട് ടു ആഡ് വൺ തിങ്, ദാറ്റ് അക്കാഡമിക് ലെവൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒറ്റ ഒരു ഹിസ്റ്റോറിയൻ പോലും ലോകത്തിലില്ല അദ്ദേഹം പറയുന്ന വ്യൂസിനെ അംഗീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ, രവീന്ദ്രന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് അദ്ദേഹം വേറെ ഏതൊരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം മിത്തിസത്തെ പറ്റി പറയുന്നത് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല യേശു ജീവിച്ചിരുന്ന. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ റീഡ് ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡ്, റിച്ചർഡ് കാരിയർ എന്നൊക്കെ പറഞ്ഞുപോലെ ചില പേരുകൾ പറയുന്നുണ്ട്. ആ പേരുകൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി. ദേ ആർ നോട്ട് റെലവെന്റ് എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ്. ഒരു അക്കാഡമിക് പൊസിഷൻ പോലും ഉള്ള ആൾക്കാരല്ല ഈ ആൾക്കാരൊന്നും. ഡേവിഡ് ഫിറ്റ്സ്ജെറാൾഡോ, റിച്ചർഡ് കാരിയർ, ആൻഡ് ഐ റിപ്പീറ്റ് മൈസെൽഫ്, ലോകത്തിൽ ഏത്തീസ്റ്റ് ആയിക്കൊള്ളട്ടെ, തീയിസ്റ്റ് ആയിക്കൊള്ളട്ടെ, ജൂയിഷ് ആയിക്കൊള്ളട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒറ്റ ഒരു ചരിത്രകാരനും ഈ റെലവന്റ് ഫീൽഡ്സ് ഓഫ് ഏർലി ക്രിസ്ത്യാനിറ്റി, ന്യൂ ടെസ്റ്റമെന്റ്, ആന്റിക്വിറ്റി, റോമൻ ആന്റിക്വിറ്റി, അല്ലെങ്കിൽ ഈ ക്ലാസിക്സ്, ഈ ഫീൽഡ്സിൽ ഈ റെലവെന്റ് ആയിട്ടുള്ള ഒറ്റ ഫീൽഡിൽ പോലും ലോകത്തിൽ ഒരു ചരിത്രകാരൻ പോലും, ഒരു പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻ പോലും ഇല്ല അദ്ദേഹം പറയുന്ന വ്യൂ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഐറോണിക് that ഇവരുടെ സയന്റിഫിക് മെത്തേഡിന്റെ സയന്റിഫിക് ടെമ്പറിന്റെ കാര്യം പറയുമ്പോൾ they are actually doing something that is against scientific method, that is against scientific temper, and they are pushing lies and propaganda. പിന്നെ യേശുക്രിസ്തുവിന്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് സമകാലികനായിരുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ചരിത്ര തെളിവുകൾ വേണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചില നിരീശ്വരവാദികൾ ചോദിക്കുന്നത് അയ്യോ പക്ഷെ ഗോസ്പൽസ് 35 വർഷം കഴിഞ്ഞിട്ടല്ലേ എഴുതിയത്, 40 വർഷം കഴിഞ്ഞിട്ടല്ലേ, ആസ് ഇഫ് ദാറ്റ് ഇസ് എ ലോങ് ടൈം.
ഇനി ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ ഐ മീൻ ഇൻ മൈ വ്യൂ ഗോസ്പിൾസ് വെർ റിട്ടൺ മച്ച് ഏർലിയർ ദാൻ ദാറ്റ്. അത് നിങ്ങൾ ഇതിനെപ്പറ്റി ഗോസ്പിൾസിനെ പറ്റി ഏതെങ്കിലും ആധികാരികമായ നിലയിൽ ഈ ഇരു സൈഡിന്റെ ഡിബേറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിരീശ്വരവാദികളായ പല ആൾക്കാരും അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ള ചരിത്രകാരന്മാരും ഗോസ്പൽസിനെ AD 65ലേക്കും 66ലേക്കും പുഷ് ചെയ്യാനുള്ള മെയിൻ ആർഗ്യുമെന്റ് ഏതൊരു പുസ്തകത്തിൽ നോക്കിയാലും അവരുടെ മെയിൻ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിലൊക്കെ കർത്താവ് ഈ യെരുശലേം ദേവാലയം വീടുന്ന സംഭവം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതായത് ദി ആർമീസ് റൈറ്റ്, സേനകൾ വന്ന് ജെറുസലേമിനെ ചുറ്റുന്നതും പിന്നെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം വീടുന്ന കാര്യമൊക്കെ കർത്താവ് കറക്റ്റായിട്ട് ഹീസ് പ്രൊഫസൈങ് ദാറ്റ്. അതുകൊണ്ട് തന്നെ അതാണ് അവരുടെ മെയിൻ ആർഗ്യുമെന്റ്. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടായിരിക്കണം ഇത് ദിസ് ഹാസ് ടു ബി റിട്ടൺ. പക്ഷേ ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഇസ് നോട്ട് റിയലി എ ഗുഡ് ആർഗ്യുമെന്റ്. അൺലെസ് നിങ്ങൾ ഓൾറെഡി പ്രീസപ്പോസ് ചെയ്യുവാണ് ദൈവം ഇല്ല അല്ലെങ്കിൽ നാച്ചുറലിസം ആണ് ശരി എന്ന പ്രീസപ്പോസിഷൻ കൂടെ വർക്ക് ചെയ്യുവാണെങ്കിൽ, ദാറ്റ് ഇസ് ഹൗ മെനി atheist and secular historians work today. അങ്ങനെ and that is the main reason they push these writings to 65. എന്നിട്ട് പോലും നിരീശ്വരവാദികളായിരുന്ന ചരിത്രകാരന്മാർ തന്നെ ഉണ്ട്. മോറിസ് കാസി, അദ്ദേഹം ഒരു ഏത്തിസ്റ്റ് ആണ്, ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹം മാർക്കിന്റെ ഗോസ്പൽ ഡേറ്റ് ചെയ്യുന്നത് 39 ആണ്, 39 AD, which is extremely close. അത് മാത്രമല്ല നിരീശ്വരവാദികളായിക്കൊള്ളട്ടെ തീയിസ്റ്റുകളായിക്കൊള്ളട്ടെ എല്ലാവരും തന്നെ കൊരിന്ത്യ ലേഖനത്തിൽ പോൾ കോട്ട് ചെയ്യുന്ന 15ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ പോൾ കോട്ട് ചെയ്യുന്ന ക്രീഡ്, ആ ക്രീഡ് യേശുക്രിസ്തു ജീവിച്ചെന്നും മരിച്ചെന്നും ആ 3ാം ദിവസവും he rose back to life, he appeared to the 12 disciples, he appeared to Cephas, he appeared to James, he appeared to the 12, he appeared to Paul. ഇതെല്ലാം പറഞ്ഞ ആ ക്രീഡ് എല്ലാ ചരിത്രകാരന്മാരും ബേസിക്കലി ഇന്ന് they dated to the first decade and most of them dated to within 3 years, 2 to 3 years maximum after Jesus' death. That is extremely close. അതായത് that is extremely close. And when you talk about ancient history, ആ കാലഘട്ടത്തെ ഹിസ്റ്റോറിയോഗ്രാഫിയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒത്തിരി ക്ലോസ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് ഐ സ്റ്റോപ്പ്. യേശുവിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തെളിവ് നമുക്ക് വേണമെങ്കിൽ ആ ചരിത്രത്തിന്റെ യേശുവിന്റെ ഹിസ്റ്റോറിക്കൽ ഇതിന്റെ വാല്യൂ പറയാൻ വേണ്ടി മാത്രം ഒന്ന് പറയുകയാണ്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ റോമൻ കൈസർ ആയിരിക്കണം, സീസർ ആയിരിക്കണം, സീസർ ടൈബീരിയസ്. യേശുക്രിസ്തുവിന്റെ സമകാലീനായിരുന്ന സീസർ ആയിരിക്കുന്ന സീസർ ടൈബീരിയസിനെ പറ്റി നമുക്ക് ഫസ്റ്റ് റിലയബിൾ ടൈബീരിയസ്, ടാസിറ്റസ് റോമൻ ഹിസ്റ്റോറിയൻ, ഇന്ന് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ടാസിറ്റസ് എല്ലാ പഠനത്തിന്റെ യൂസ് ചെയ്യുന്നത് ഏതാണ്ട് 100 വർഷം കഴിഞ്ഞു വരുന്ന ഒരു ഹിസ്റ്റോറിയന്റെ രേഖയാണ്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ, യേശുക്രിസ്തുവിനെ പറ്റി വി ഹാവ് the 4 gospels, the creeds within just a few ഉള്ള ക്രീഡ്സും പിന്നെ ലേഖനങ്ങളും ഇത്ര അബണ്ടന്റ് ഓഫ് റിസോഴ്സസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ചരിത്രകാരന്മാർ എല്ലാം തന്നെ അംഗീകരിക്കുന്നത് യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നു. അത് ജസ്റ്റ് ഒറ്റ ഒരു കോട്ട് മാത്രം റീഡ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഫിലിപ്പ് ജെൻകിൻസ്, ഹിസ്റ്റോറിയൻ അറ്റ് ബെയ്ലർ യൂണിവേഴ്സിറ്റി, അദ്ദേഹം പറയുന്നത് ജീസസ് ഇസ് ദ മോസ്റ്റ് വെൽ അറ്റസ്റ്റഡ് നോൺ എലീറ്റ് ഫിഗർ ഇൻ ഓൾ ഓഫ് ആന്റിക്വിറ്റി. അതായത് നോൺ എലീറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സിൽ ചരിത്രത്തിൽ മൊത്തം നമ്മൾ ആ കാലഘട്ടത്തെ മൊത്തം എടുത്താൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറ്റസ്റ്റഡ് ആയിരിക്കുന്ന പുരുഷൻ യേശുക്രിസ്തുവാണ്. ദാറ്റ് ഈസ് വേർ ദി എവിഡൻസ് പോയിന്റ്സ് ടു. താങ്ക് യു. താങ്ക് യു ബ്രദർ ആഷർ ഫോർ എ വണ്ടർഫുൾ ഇൻസൈറ്റ്. ഇനി അടുത്തത് ബ്രദർ ആശിഷിന് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. താങ്ക് യു മോഡറേറ്റേഴ്സ്. ആക്ച്വലി അനിൽ സാറും ആഷറും ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അതുകൊണ്ട് ഞാൻ ഒന്നോ രണ്ടോ കാര്യം കൂടെ മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. തെളിവുകളായിട്ടൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ അനിൽ സാറും ആഷറും അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനത്തെ പല മണ്ടത്തരങ്ങളും തന്നെ പറയണം. മണ്ടത്തരങ്ങളും റിച്ചർഡ് ഡോക്കിൻസിന്റെ ഒറിജിനൽ ബുക്കിലും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ മറ്റേ സയന്റിസ്റ്റുകളുടെ ഒക്കെ കാര്യം പറയുമ്പോൾ റിച്ചർഡ് ഡോക്കിൻസ് അങ്ങനത്തെ വാദങ്ങളൊന്നും അവിടെ പറയുന്നില്ല. അതെനിക്ക് തോന്നുന്നൊരു വീഡിയോയിൽ അനിൽ സാറാണോ ജെറി സാറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കള്ളങ്ങളും രവിചന്ദ്രൻ സാറിന്റെ പുസ്തകത്തിൽ
പറയുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ പോലും റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഇതിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും രവിചന്ദ്രന്റെ ബുക്കിൽ വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും രവിചന്ദ്രൻ ആഡ് ചെയ്യുന്നുണ്ട്. ഫിലോസഫിക്കലായിട്ടുള്ള മണ്ടത്തരങ്ങൾ, ചരിത്രത്തിൽ ഉള്ള ചരിത്രപരമായുള്ള മണ്ടത്തരങ്ങളൊക്കെ ഒത്തിരി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം കൂടെ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യട്ടെ ഇവിടെ. ഈ ഏത്തീസ്റ്റുകൾ, കഴിഞ്ഞ ദിവസം ഞാൻ രവിചന്ദ്രന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം പറയാ യേശു ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം അത് എന്നെ സംബന്ധിച്ച് അതൊരു ചോദ്യമേ അല്ല, അല്ലെങ്കിൽ അതൊരു പ്രോബ്ലമേ അല്ല. അങ്ങനെ രവിചന്ദ്രന് യേശുവിനെ പറ്റി ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ രവിചന്ദ്രൻ ആ പുള്ളിയുടെ പരിപാടി നിർത്തണം. ഈ ന്യൂ ഏത്തിസം ഒരു മതത്തെ പോലെ പ്രചരിപ്പിക്കുന്ന പരിപാടി നിർത്തണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഒരു മെയിൻ ആർഗ്യുമെന്റ് ഈസ് അവരുടെ ന്യൂ ഏത്തിസം ബേസിക്കലി ഈസ് അറ്റാക്കിംഗ് റിലീജിയൻ. ക്രിസ്ത്യാനിറ്റിയെ പോലെയുള്ള റിലീജിയനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ക്രിസ്ത്യാനിറ്റി ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയായി, ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ക്രിസ്ത്യാനിറ്റിയുടെ സെൻട്രൽ ക്ലെയിമും സെൻട്രൽ ഫിഗറും ക്രിസ്തുവാണ്. ക്രിസ്തു ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല. ക്രിസ്തു എന്നൊരു മനുഷ്യനില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് മാത്രമല്ല, പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു ഇഫ് ഹി ഹസ് നോട്ട് ഡൈഡ്, അവന്റെ മരണവും അവന്റെ റിസറക്ഷനും ഉണ്ടായിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്കെതിരെ, അതായത് ക്രിസ്ത്യാനിറ്റിയെ അനിഹിലേറ്റ് ചെയ്യാൻ വേറെ ഒരു ആർഗ്യുമെന്റ് വേണ്ട. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരെ ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി പുള്ളി ചോദിച്ചാൽ പുള്ളി ക്രിസ്തുവിന്റെ ഈ ഹിസ്റ്റോറിസിറ്റിയും ഈ റിസറക്ഷനെയും ഡിസ്പ്രൂവ് ആണ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അത് ഡിസ്പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം ക്രിസ്ത്യാനിറ്റിക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂ ഏത്തിസ്റ്റുകൾ പറയുമ്പോൾ, അതായത് ക്രിസ്തു ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതെനിക്കൊരു എന്താ പറയുന്നത്, അതെനിക്കൊരു വലിയ സംഭവം അല്ലെന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട അതിന്റെ എത്രത്തോളം ഇല്ലോജിക്കലാണെന്ന് മനസ്സിലാക്കണം. കാരണം അവരുടെ മെയിൻ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാരാ റിലീജിയസ് ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളിപ്പം പറയുമ്പോൾ ക്രിസ്ത്യൻസിന്റെ മെയിൻ ആർഗ്യുമെന്റിനെ അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ what is the point that they are trying to make? So they have to prove that Christ did not exist. അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അവർ അതിന് തെളിവുകൾ കൊണ്ടുവരണം. റിസറക്ഷൻ ഉണ്ടായില്ലെങ്കിൽ അതിനവർ തെളിവുകൾ കൊണ്ടുവരണം. നമ്മൾ തെളിവുകൾ വെക്കുമ്പോൾ ആ തെളിവ് നമുക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റത്തില്ലെന്ന് അവർക്ക് പറയാൻ പറ്റും. അത് അവരുടെ ലോജിക്കിൽ അങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും ആയിക്കോട്ടെ. ബട്ട് ദേ ഹാവ് ടു, അവരൊരു ക്ലെയിം നടത്തി ആ ക്ലെയിമിനുള്ള പ്രൂഫ് കൊണ്ടുവരണം. അത് മാത്രമല്ല, ആശാര് പറഞ്ഞ പോലെ നിരീശ്വരവാദം സത്യമാണെന്ന് തെളിയിക്കാനുള്ള തെളിവും കൂടെ കൊണ്ടുവരണം. ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് അവരുടെ പക്ഷം റൈറ്റ് ആകുന്നില്ല. പിന്നെ അവർ യുക്തിവാദികൾ എന്ന് പറയും, പക്ഷെ ഈ യുക്തിവാദികൾക്ക് നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ സത്യത്തിൽ അവർക്ക് യുക്തി ഇല്ലെന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. കാരണം യുക്തി എന്ന് പറഞ്ഞാൽ ഈസ് ലോജിക്, അല്ലെ? നമ്മൾ ചില സമയത്ത് ലോജിക്കൽ ആർഗ്യുമെന്റ്സ് കൊണ്ടുവരുമ്പോൾ അവർ ലോജിക്കിനെ തന്നെ പുച്ഛിക്കും, ഫിലോസഫിയെ തന്നെ പുച്ഛിക്കും. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഈ രവിചന്ദ്രൻ ഈ പുസ്തകങ്ങളിൽ തന്നെ ചെയ്യുന്നുണ്ട്, രവിചന്ദ്രൻ സാറിന്റെ പ്രസംഗത്തിൽ ചെയ്യുന്നുണ്ട്. അതേ ടൈപ്പ് ആർഗ്യുമെന്റ്സ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഈ ന്യൂ ഏത്തിസത്തിന്റെ നവനാസ്തികത്തിന്റെ ഫോളോവേഴ്സും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കളിയാക്കിയത് കൊണ്ടോ നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് ശരിയാകുന്നില്ല. നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് നിങ്ങൾ ലോജിക്കലി പ്രൂവ് ചെയ്യുമ്പോൾ മാത്രമേ ശരിയാകത്തുള്ളൂ. ദൈവം ഇല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക. റിലീജിയനെ കളിയാക്കിയത് കൊണ്ടോ റിലീജിയൻ ഈവിളാന്ന് പറഞ്ഞുകൊണ്ടോ റിലീജിയൻ തെറ്റാകുന്നില്ല. ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് നിർത്താം. ആറ്റം ബോംബ് നമുക്കറിയാം എത്രത്തോളം 1942 എത്രത്തോളം ഹൗ ഈവിൾ ഇറ്റ് വാസ്. ഹിരോഷിമ നാഗസാക്കിയിലും നമുക്കറിയാം അതിന്റെ പവർ എത്ര ഉണ്ടെന്ന്. അപ്പൊ ആറ്റം ബോംബ് ഈവിൾ ആയതുകൊണ്ട് ആറ്റോമിക് ഫിസിക്സ് ഇല്ലാതെ വരുന്നില്ല. ഒരു വസ്തു ഈവിൾ ആകുന്നതുകൊണ്ട് ആ വസ്തു ഇല്ലാതെ വരുന്നില്ല. ഇല്ലെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ഇല്ലെന്നുള്ള തെളിവും കൂടെ നിങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ ചുമ്മാതെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഈവിളാന്ന് പറഞ്ഞുകൊണ്ടോ ഒരു റിലീജിയനോ ഒരു മതമോ ഒരു വ്യക്തിയോ ഇല്ലാതാകുന്നില്ല. അതിനുള്ള തെളിവുകളും കൂടെ കൊണ്ടുവരണം. ഇത്രയും മാത്രം ഞാൻ ഇപ്പോൾ പറയുന്നു. താങ്ക് യു. താങ്ക്സ് ബ്രദർ ആശിഷ്. ചർച്ച തുടങ്ങിയിട്ട് 7 മണിക്ക് തുടങ്ങിയപ്പോൾ ഏകദേശം 1 മണിക്കൂറായി. 1 മണിക്കൂർ ഞങ്ങളെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ ഓഡിയൻസിനും ഒരിക്കൽ കൂടെ നന്ദി പറയാണ്.